എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മസ്കറ്റിൽ തന്നെയുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ പേര് ലൗസിംഗ് എന്നാണ്. ലൊക്കേഷൻ്റെ പേരും ലൗസിംഗ് എന്നാണ് കേട്ടോ. പേര് പോലെ മനോഹരമാണ് ഈ സ്ഥലം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 69 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ സ്ഥലത്ത് എത്താനായിട്ട്. അപ്പോൾ പോകുമ്പോൾ ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് നിറയെ മലകളാണ് കേട്ടോ. അതായത് കുറേ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നിറയെ മലകളാണ്. അപ്പം ഈ മലകൾ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഈ മലകൾ പല കളേഴ്സിലാണ് ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ചിലയിടത്ത് പോകുമ്പോൾ നല്ല ബ്ലാക്ക് ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ചെമ്മണ്ണിൻ്റെ കളറുണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടായിരിക്കും. ചിലയിടത്തൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ മലകൾ ഇങ്ങനെ ഇടിഞ്ഞ് അവിടെ എല്ലാം കിടപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിറയെ കഴുതകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഴുതകൾ പെട്ടെന്ന് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴായിരിക്കും റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയപ്പോഴത്തേക്കും രണ്ട് കഴുതകൾ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ നല്ല സ്പീഡിലാണെങ്കിൽ ബ്രേക്ക് പിടിക്കാനായിട്ട് ഇച്ചിരി പാടല്ലേ, അങ്ങനെ ഒരു കുഴപ്പമേ ഉള്ളൂ. ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. ഇതേ ഈ കാണുന്ന ഭാഗത്തെല്ലാം നിറയെ വെള്ളം കയറി കിടക്കുമായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ആ വെള്ളം എല്ലാം വലിഞ്ഞ് ബാക്കിലോട്ട് പോയി. ഇതേ ആ സൈഡിലെല്ലാം കല്ലുമേക്കായെല്ലാം ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പ്രണയം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അതിന് പ്രായഭേദമോ അങ്ങനെയുള്ള ഒന്നുമില്ല. അതായത് കുട്ടികളെന്ന് ഉദ്ദേശിച്ച് ചെറുപ്പക്കാർക്കായാലും അതേപോലെ മുതിർന്നവർക്കായാലും ഒക്കെ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ അവിടുന്ന് കുറേ സ്റ്റെപ്പ് പോലെ വെട്ടി വെച്ചിട്ടുണ്ട്. അതുവഴി കയറി സൈഡിലൊന്നും നല്ല എന്താ വെച്ചാൽ നല്ല ഉറപ്പുള്ള സംഭവങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ സൂക്ഷിക്കണം കേട്ടോ, അതിൻ്റെ മുകളിൽ ചെന്നാലും സൂക്ഷിക്കണം. അപ്പോൾ അവിടുന്ന് നമ്മൾ കയറി പോകുമ്പോൾ ഈ പോകുന്ന സ്ഥലത്തെല്ലാം നിറയെ ഉണ്ടല്ലോ കടലിൽ നിന്ന് വരുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ അവർ ശരിയാക്കി വെച്ചേക്കുന്നത്. ഇത് കാണുന്ന മെറ്റിലൊന്നും അല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പവിഴപ്പുറ്റ് അങ്ങനെയുള്ള കല്ലുകളും ഒക്കെയാണ് അവിടെ ഇട്ടേക്കുന്നത്. അങ്ങനെ ചെന്ന് കയറുമ്പോഴത്തേക്ക് അതിമനോഹരമായൊരു കുഞ്ഞു കുടിലുണ്ട് കൂട്ടുകാരെ അവിടെ. ആ കുടിലിനകത്ത് കുറച്ച് കസേരകളൊക്കെ ഇട്ട് നല്ല പച്ചപ്പാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ രണ്ട് ഊഞ്ഞാലുകൾ അവിടെ ഇട്ടിട്ടുണ്ട്. ഒന്ന് നമുക്ക് കടലിലേക്ക് നോക്കിയിരുന്ന് നന്നായിട്ട് നമുക്ക് ആടാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ഇതേപോലുള്ള ശംഖും കല്ലും എനിക്ക് അറിഞ്ഞൂടെ കടലിൽ നിന്നുള്ള വിവിധ സംഭവങ്ങൾ തന്നെ അവിടെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. സൂര്യൻ്റെ ഒരു പ്രകാശം മുഖത്ത് അടിച്ചിട്ട് എനിക്കൊരു വല്ലാത്ത ഒരു വിഷമം തോന്നിയെന്നുള്ളതല്ലാതെ ആ സമയത്ത് ഞങ്ങളൊരു 5 മണിയായപ്പോഴത്തേക്കാണ് അവിടെ എത്തിയത്. അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അപ്പോൾ ഇച്ചിരി വെയിൽ താന്നിട്ട് പോയാൽ വളരെ നന്നായിരിക്കും. പക്ഷേ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ആളായിരിക്കും. ഞങ്ങളൊരു 5 മണിയായപ്പോഴത്തേക്കും അവിടെ എത്തിയായിരുന്നു. അപ്പം 5:30 ആയപ്പോഴത്തേക്ക് തിരിച്ചിറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും ആളുകൾ ഒരുപാട് വരുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഈ രണ്ട് ഊഞ്ഞാലുണ്ടല്ലോ, ആ ഊഞ്ഞാലിരുന്ന് ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ ഒരു ഫാമിലി മാറിയെങ്കിലല്ലേ അടുത്ത ഫാമിലിക്ക് ഇരുന്ന് അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് പറ്റിയ ഒരു കിടിലൻ സ്ഥലമാണ്. 2 ഊഞ്ഞാലുകളുണ്ട്. അപ്പോൾ വെള്ളത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ഊഞ്ഞാൽ അത് വളരെ മനോഹരമാണ്. അതേപോലെ ഒരുപാട് നല്ല കുന്നുകളൊക്കെ ഉള്ള അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മസ്കറ്റിലുള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ ഈ വീഡിയോ കാണുന്നെന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ ഒന്ന് പോകണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്നൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇതല്ലേ, സന്തോഷമല്ലേ, നമ്മൾ ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് കാണാമല്ലോ, അല്ലെങ്കിൽ വയസ്സാകുമ്പോഴൊക്കെ എടുത്ത് കാണാമല്ലോ. അപ്പം നല്ല ഒരു സ്പോട്ടാണ്. അതേപോലെ ഈ കടലിൽ കണ്ടോ, നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ നിറയെ മീനുകളൊക്കെ ഇങ്ങനെ വന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നമുക്കത് മേളിൽ നിന്ന് നോക്കുമ്പം തന്നെ ഈ മീനുകളെ എല്ലാം ഇങ്ങനെ കാണാം. അപ്പോൾ എന്താ പറഞ്ഞാലും വളരെ നല്ല ഒരു സ്ഥലമാണ്. അതേപോലെ ഞങ്ങൾ അവിടെ ഈ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പം ഒരാൾക്ക് 30 റിയാൽ എന്നാണ് പറഞ്ഞത് കേട്ടോ. അവരവിടുന്ന് കുറേ ദൂരെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ബോട്ട് സർവീസ് നടത്തിയില്ല. അടുത്ത പ്രാവശ്യം ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പോയി ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് നേരെ പിന്നെ മത്ര സൂക്കിലേക്കാണ് വന്നത്. മത്ര സൂക്കിലേക്ക് കയറി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനിവിടെ കയറിയത് കേട്ടോ. പക്ഷേ ഇപ്പോൾ കയറിയപ്പോഴത്തേക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഈ കണ്ണീർ വരാതെ അങ്ങനെയൊക്കെ ഉള്ളതായത് ആയാലും പിന്നെ അതേപോലെ തന്നെ ഈ കുമിഞ്ചൻ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു മത്ര സൂക്കിനകത്തുണ്ട്. അതേപോലെ സ്പ്രേയുടെ തന്നെ പല വെറൈറ്റി അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ് ഈ മത്ര സൂക്കിനകത്തുള്ളത്. അപ്പം ഇനി ഒരു ദിവസം മത്ര സൂക്കിൽ പോയിട്ട് അവിടുത്തെ വീഡിയോ വിശാലമായിട്ട് ഇടുന്നതായിരിക്കും. അതേപോലെ രാത്രി ഈ കപ്പലും കടലും ഒക്കെ കാണാൻ വളരെ മനോഹരമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.